അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുമുള്ള പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ, അനുകൂല മുദ്രാവാക്യങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ, അങ്ങനെ പലതും ഒന്ന് രണ്ട് ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. എന്താണെങ്കിൽ തന്നെയും ഇന്ന് വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ ഒരു തീരുമാനം വരുമെന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന മുഖ്യമന്ത്രി നമ്മൾ ആഗ്രഹിക്കുന്ന ആളായിരിക്കണം എന്നൊന്നുമില്ല. നമുക്കൊക്കെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഇന്ന ആൾ മുഖ്യമന്ത്രിയായാൽ കൊള്ളാമെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് ആഗ്രഹം. എനിക്കുറപ്പാണ് എൻ്റെ വീഡിയോകൾ സ്ഥിരമായി കാണുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ തന്നെ പലർക്കും എൻ്റെ ഈ അഭിപ്രായത്തോട് എതിർപ്പുണ്ടായേക്കാം. ചിലർക്ക് രമേശ് ചെന്നിത്തല, വേറെ ചിലർക്ക് KC വേണുഗോപാൽ, ഇവരൊക്കെ മുഖ്യമന്ത്രിയായാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ടാകാം. എന്താണെങ്കിലും ഈ ആഗ്രഹങ്ങളൊക്കെയും നമ്മൾ ഓരോരുത്തരുടെയും രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നു മാത്രമല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രസ്ഥാനം ഇന്നയാൾ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ ബഹുമാനപ്പെട്ട ഹക്കീം അസ്ഹരി ഉസ്താദ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അത് തികച്ചും മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ച സമസ്ത കാന്തപുരം വിഭാഗം പിന്തുണ അറിയിച്ച ഹൈക്കമാൻഡിന് കത്തയച്ചു. KC വേണുഗോപാൽ ദേശീയതലത്തിൽ പാർട്ടിയെ നയിക്കുന്ന നേതാവാണ് എന്നും മുഖ്യമന്ത്രിയാകുന്നതിൽ തെറ്റില്ല എന്നും കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരിയും പ്രതികരിച്ചു. ഇത്തരൊരു വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറയുന്ന ഒരു രീതിയില്ല. അതേസമയത്ത് അദ്ദേഹം വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഇതിനു മുമ്പും AK ആന്റണിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. നേരത്തെ മത്സരിക്കാത്ത ആള് പിന്നീട് മുഖ്യമന്ത്രിയായി, അങ്ങനെ അവർ നാട് ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കഴിവുള്ള ഒരാളാണ്. കേന്ദ്ര തലത്തിൽ രാജ്യം ഒട്ടുക്കും സംഘടനയുടെ സെക്രട്ടറിയായി നിന്നൊരാൾക്ക് സ്റ്റേറ്റ് നയിക്കാൻ എന്തായാലും കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ പാർട്ടിക്ക് അവരെ കേന്ദ്രത്തിൽ ആവശ്യമുണ്ടോ, ഇവിടെയാണോ നല്ലത്, അതൊന്നും നമ്മളെ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല. ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് പറഞ്ഞത് തന്നെ എന്താ, ഇതിൽ നമ്മൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. പിന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് യോഗ്യനാണ്. അല്ലാതെ KC മുഖ്യമന്ത്രിയാകട്ടെ, അതാണ് ഞങ്ങളുടെ അഭിപ്രായം, ആഗ്രഹം എന്നൊന്നും ഉസ്താദ് പറഞ്ഞില്ല. പിന്നെ മുമ്പ് AK ആന്റണിയുടെ കാലത്ത് ഇങ്ങനെ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്. അതുപോലെ KCയെ ആക്കിയാൽ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട് ഇതൊക്കെ അവരുടെ തീരുമാനമാണ് എന്ന്. ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ട് പോലും KC മുഖ്യമന്ത്രിയാകട്ടെ എന്ന് കാന്തപുരം ഗ്രൂപ്പ് പറഞ്ഞു എന്ന ഒരു കുത്തിത്തിരിപ്പൻ വാർത്ത, അത് ഏറ്റുപിടിച്ചുകൊണ്ട് കുറേ ആളുകൾ ട്രോളാനും പരിഹസിക്കാനും കുത്തിപ്പറയാനും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക. ആ വാർത്താ കാർഡ് മാത്രമേ കാണുന്നുള്ളൂ. ആ വാർത്തയ്ക്ക് അടിസ്ഥാനമായ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്ന് പോലും ഇവർ കേൾക്കുന്നില്ല. ഇങ്ങനെ മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ മാധ്യമങ്ങൾ ആർക്കാണ് വടി കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള സംഘികൾക്കാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം, അവരുടെ സംഘടനകൾ, അതുപോലെ മുസ്ലിമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പാർട്ടികളൊക്കെ കേരളം ആര് ഭരിക്കണം എന്നതിലൊക്കെ ഇടപെടുകയാണ് എന്ന് പറഞ്ഞൊരു വാർത്ത പ്രചരിക്കുന്നു. അത് സംഘികൾ ഹിന്ദുക്കൾക്കിടയിൽ പല കോലത്തിലും അവതരിപ്പിക്കുന്നു. അങ്ങനെ സംഘികൾക്ക് വളരാനുള്ള മണ്ണൊരുക്കി കൊടുക്കുന്ന തരത്തിലുള്ള വാർത്തകളാണിതൊക്കെ. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞൊരു കൂട്ടം ആളുകൾ വന്നപ്പോഴേക്കും നമ്മുടെ വെള്ളാപ്പള്ളിയെപ്പോലെയുള്ള വർഗീയത മാത്രം പറയുന്ന ഒരാൾ, അയാൾ പറഞ്ഞതെന്താ, VD സതീശൻ മുഖ്യമന്ത്രിയായാൽ അത് മുസ്ലിം ലീഗിന് വേണ്ടി VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതാണെന്നാണ്. അതേപോലെ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കരുത് എന്നാണ് K. സുരേന്ദ്രൻ പറഞ്ഞത്.
ഇവർക്കൊക്കെ അഭിപ്രായം പറയാമെങ്കിലും ഒരു മുസ്ലിം സംഘടന അഭിപ്രായം പറഞ്ഞാൽ അവരത് വളച്ചൊടിച്ച് ഇവിടെ മുസ്ലിമീങ്ങൾ മുമ്പിലില്ലെങ്കിലും പിന്നിൽ നിന്ന് ഭരണം നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് എങ്ങനെയെങ്കിലും വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. പച്ച വർഗീയതയും പറയും, ഒരു മടിയുമില്ലാതെ. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ ശശികല പറയുന്നത് നോക്കൂ, കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകാൻ പാടില്ല എന്നാണ്. അത് പാൻ കാർഡ് ഉണ്ടെങ്കിലും ആധാർ കാർഡ് ഉണ്ടെങ്കിലും പാസ്പോർട്ട് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകാൻ പാടില്ല എന്നാണ്. എന്താ മുഖ്യമന്ത്രിയാകാൻ പാടില്ലാത്തതിൻ്റെ കാരണം? കുഞ്ഞാലിക്കുട്ടി എന്താ ഇന്ത്യൻ അല്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റൂല എന്ന് പറയുന്നത്, അത് എന്തൊക്കെ ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിൽ പോലും കുഞ്ഞാലിക്കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനോ ഇവിടെ മുഖ്യമന്ത്രിയാവുക എന്നത് പാടില്ല എന്ന് പച്ച വർഗീയതയാണ് പറയുന്നത്. നമ്മൾ VD സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആകട്ടെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ KC വേണുഗോപാൽ ആകട്ടെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെയും നിലപാടുകളുടെയും അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇവിടെ നോക്കൂ, മുഖ്യമന്ത്രിയായിട്ടൊരു മുസ്ലിം വരാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? അവൻ മുസ്ലിം ആയതുകൊണ്ടാണെന്നാണ്. ശുദ്ധമായ വർഗീയതയല്ലേ ഈ പറയുന്നത്? എന്തായാലും എന്തൊക്കെയുണ്ടെങ്കിലും അവരുടെ രക്തം അതല്ലേ എന്ന് പറഞ്ഞാൽ അവർ പാകിസ്ഥാനിലേക്ക് പോകാനുള്ളവരല്ലേ, അവരെ അനുകൂലിച്ചവരല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും വർഗീയത പറഞ്ഞു പരത്താൻ സംഘികൾ ശ്രമിക്കുമ്പോൾ അവർക്ക് മണ്ണൊരുക്കി കൊടുക്കുകയാണ്, വളമിട്ട് കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകൾ, ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന ഡൽഹിയിലെ ചെങ്കോട്ട, ആ ചെങ്കോട്ട ഈ ഇന്ത്യ രാജ്യത്ത് പണി കഴിപ്പിച്ചത് ആരാണ്? മുഗൾ ചക്രവർത്തിയായ ഷാജഹാനല്ലേ? അതേ ഷാജഹാൻ പണി കഴിപ്പിച്ച താജ്മഹൽ ലോകാത്ഭുതങ്ങളിലൊന്നായി ഇന്ത്യയുടെ അഭിമാനമായി നിലനിൽക്കല്ലേ? അത് കാണാൻ വേണ്ടി ദിനം പ്രതി എന്നോണം ആയിരക്കണക്കിന് സന്ദർശകർ വരുമ്പോൾ, അതിന് കൂപ്പൺ വെച്ച് കൊടുക്കുമ്പോൾ, അതിന് പ്രവേശന ഫീസ് വാങ്ങുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് നമ്മുടെ ഖജനാവിലേക്ക് എത്തുന്നത്? അതേപോലെ തന്നെ ഡൽഹിയിൽ മാത്രം ചുറ്റിക്കറങ്ങിയാൽ കാണാനുള്ള എത്രയെത്ര അത്ഭുതങ്ങൾ, സൗധങ്ങൾ, പുരാവസ്തുക്കൾ, കുത്തബ് മിനാർ, ഇതൊക്കെ ഈ രാജ്യത്ത് പണി കഴിപ്പിച്ചത് ഇവിടെ ജീവിച്ച് മരിച്ചുപോയ മുഗൾ ചക്രവർത്തിമാരോ മുസ്ലിം ഭരണാധികാരികളോ ആണ്. എന്ന് മാത്രമാണോ ഈ ഇന്ത്യയെ പോർച്ചുഗീസുകാരും വെള്ളക്കാരുമൊക്കെ ഇവിടുത്തെ ജനങ്ങളെ അടിമകളാക്കി ഇവിടുത്തെ സമ്പത്തുകൾ ചൂഷണം ചെയ്തപ്പോൾ സ്വാതന്ത്ര്യ സമരം നടന്നു. അതിൽ മുസ്ലിമീങ്ങളുടെ പങ്ക് ചെറുതായിരുന്നോ? ജീവൻ കൊടുത്തവരില്ലേ, സമ്പത്ത് കൊടുത്തവരില്ലേ, വിയർപ്പൊഴുക്കിയവരില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദേശാഭിമാനികളായ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പോരടിച്ചു മരിച്ച, ജീവത്യാഗം ചെയ്ത ചരിത്രം മുമ്പിലുള്ളപ്പോൾ സംഘികൾ പറയാണ് എന്തായാലും രക്തമതല്ലേ എന്ന്. എന്നാൽ ഈ സംഘികളാരെങ്കിലും ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇപ്പം പിന്നെ ചരിത്രങ്ങളൊക്കെ പൊളിച്ചെഴുതാനും മാറ്റി എഴുതാനും ഒക്കെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും സ്വാതന്ത്ര്യ സമര സേനാനികളായേക്കാം എന്നതിനപ്പുറം യഥാർത്ഥ ചരിത്രത്തിൽ ആരെങ്കിലും നമുക്ക് കാണാൻ കഴിയോ? എന്നിട്ടും ഇരുന്ന് പച്ച വർഗീയത പറയാൻ. ഇവിടെ നമ്മുടെ രാജ്യം ഭരിക്കാൻ അല്ലെങ്കിൽ നാടു ഭരിക്കാൻ ശേഷിയുള്ള, കഴിവുള്ള, ദീർഘദൃഷ്ടിയുള്ള ആളെ നോക്കിയാൽ പോരെ? നിലപാടുകളുള്ള ആളെ നോക്കിയാൽ പോരെ? അയാളുടെ മതം നോക്കണോ? എന്നിട്ടും മതം ഇന്നതായതുകൊണ്ട് അയാൾ മുഖ്യമന്ത്രിയാകാൻ പാടില്ല,
വിദ്യാഭ്യാസ മന്ത്രിയാകാൻ പാടില്ല. ഇപ്പം മുസ്ലിം ലീഗ് VD സതീശനെ പിന്തുണച്ചു എന്ന കാരണം കൊണ്ട് VD സതീശനെ എതിർക്കാൻ. നോക്കൂ, ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശുദ്ധമായ വർഗീയതയാണ്. ആ വർഗീയതയ്ക്ക് വളമൊരുക്കി കൊടുക്കുകയാണ് ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളിയെ പോലെ PC ജോർജിനെ പോലെ വാ തുറന്നാൽ വിവരക്കേടും വർഗീയതയും പറയുന്ന, പറഞ്ഞത് തന്നെ പലതരത്തിൽ മാറ്റിപ്പറയാൻ ഒരു മടിയുമില്ലാത്ത ഇവരുടെയൊക്കെ പിന്നിൽ മൈക്കും പിടിച്ചുകൊണ്ട് ഈ മാധ്യമങ്ങൾ പോകേണ്ടതുണ്ടോ? ഒരാവശ്യവുമില്ലാഞ്ഞിട്ടും അവരെയൊക്കെ അവരുടെ പിന്നാലെ മൈക്കും പിടിച്ചു പോകുന്നതെന്താ? അവരുടെ വായിൽ നിന്ന് വർഗീയത വരും. ആ വർഗീയത ഇവിടെ ചിലരെ ഏറ്റുപിടിക്കും, ചില പാവങ്ങൾ അത് വിശ്വസിച്ചു പോകും. അങ്ങനെ നാട് കുട്ടിച്ചോറാകും. അതിനൊക്കെ കാരണം ഈ മാധ്യമങ്ങൾ. ആ ഒരു കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമാണ് ഇപ്പം ഹക്കീം അസ്ഹരിയുടെ പേരിൽ ഒരു വാർത്ത എന്നോണം റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടത്. അതിനപ്പുറം അതിലൊരു വസ്തുതയുമില്ല എന്നത് ഹക്കീം ഉസ്താദ് പറയുന്നത് കേട്ടാൽ തന്നെ ആർക്കും ബോധ്യപ്പെടുന്നതാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.